കൽപ്പാത്തി തേര് കണ്ടു. കലകലകലകലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അത്രേ. സന്തോഷം സന്തോഷം. എവിടെയാ നിങ്ങളൊക്കെ എല്ലാരും? മലപ്പുറം. വണ്ടി വിളിച്ചു വന്നാണോ? അതാ മലപ്പുറത്ത് നിന്ന് അല്ലേ? നിങ്ങളൊക്കെ സർക്കാർ ജീവനക്കാരായിരുന്നോ അതോ വീട്ടമ്മമാരാണോ? മലപ്പുറത്തേക്ക് വരാൻ പാടില്ല. ലീഡർ ഇവിടെ ഉണ്ട്. മാഷായിരുന്നോ അതോ മാഷാണോ? ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നോ ജോലി? ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതെ അങ്ങനെയായിരുന്നു. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണോ? ആണോ? കോർഡിനേറ്റർ ആണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എത്ര പേരുണ്ട് സംഘത്തില്? 16 പേര്. എല്ലാവരും പ്രായമായ ആൾക്കാരാണോ ചെറുപ്പക്കാരാണോ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ആൾക്കാരാ. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ആൾക്കാരാ. അപ്പൊ യങ്ങാണ് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ചെറുപ്പക്കാർ അല്ലേ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞ യുവതികള്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ യുവതികളും ഷഷ്ടിപൂർത്തി കഴിഞ്ഞ യുവാക്കന്മാരും എല്ലാം 65 ഇയേഴ്സ് യങ്. എല്ലാം 65 60+ ആണോ? ആലോചിച്ച് നോക്കിയേ. ഈ ജെൻസിയിലെ പിള്ളേരുണ്ടല്ലോ, ഇങ്ങനെ മൊബൈലിൽ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഇവരുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കണം. ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത്, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത്. നമ്മുടെ ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ശ്രീപത്മനാഭൻ. ശ്രീപത്മനാഭൻ. അപ്പൊ ശ്രീപത്മനാഭൻ ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു 16 അംഗ സംഘം മലപ്പുറത്ത് നിന്ന് തേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ മുഖത്ത് നോക്കൂ, വെരി ഹാപ്പി. സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ സങ്കടമൊന്നുമില്ല. സങ്കടം ഇല്ലാത്തോണ്ടാ വന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താ, ഞങ്ങൾക്ക് അത്രയും സങ്കടങ്ങൾ ഇല്ല എന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ യാത്രകൾ ചെയ്യുക. നിരന്തരം യാത്ര ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇതേപോലെ സ്ഥലങ്ങളിലേക്ക് എല്ലായിടത്തും പോവാം. മക്കളെ നിങ്ങളെ അഴിച്ചുവിട്ടേക്കാണോ? തിരിച്ചാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ കാര്യമുണ്ടല്ലോ, മക്കളെ ഒഴിവാക്കി ഇത് നമ്മൾ ഹാപ്പി ജീവിക്കുന്നു. മക്കളെ അതെ. അപ്പൊ മക്കൾക്ക് വേണമെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞ് തിരക്കിനിടയിൽ മക്കൾക്ക് വേണമെങ്കിൽ നമ്മളെ വന്ന് കണ്ടോണം. അതാണ്, അങ്ങനെ വേണം. അപ്പൊ സാധാരണ വീട്ടിലാക്കാൻ എന്താ പറയുന്നത്, മക്കൾ നമ്മളെ കളഞ്ഞിട്ട് പോയിന്നില്ല. അങ്ങനല്ല, അവര് നമ്മളെ ആവശ്യപ്പെടണം. ഡിമാൻഡ് വേണം. എപ്പോഴും അവൈലബിൾ ആയിരുന്ന ഡിമാൻഡ് കുറയും. അപ്പൊ നമ്മൾ നമ്മുടേതായ യാത്ര ചെയ്യുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ മതി യാത്ര ചെയ്യാൻ. വലിയ സമ്പത്തൊന്നും ആവശ്യമില്ലെന്നേ അല്ലേ? അവരുടെ സമ്മതത്തോടുകൂടി പോരാ. പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകുമോ? വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ? വരുമ്പോൾ എങ്ങനെ വരുന്നത്? വരുമ്പോ എങ്ങനെ വരുന്നത്? ഇങ്ങനെ പറയണ്ട. അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, തിരിച്ചു പോകുന്ന സമയത്ത് 2 കൈകളും പുറത്തേക്കിട്ടാണ് പോയതെന്നാണ് പറയുന്നത്. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ലോകം വെട്ടിപ്പിടിപ്പിക്കാൻ പോയിട്ടും പോയത്. അതെ അതെ. അപ്പൊ എല്ലാ ഡോക്ടർമാരാണ് അതാണ് ചരിത്രം. അല്ല, ഞാൻ പോസ്റ്റ് മാസ്റ്റർ. അത് ശരി. അതൊക്കെ ചരിത്രം അറിയാവുന്ന മനുഷ്യരുണ്ടല്ലോ, പോസ്റ്റ് മാസ്റ്റർ ആണ്. അപ്പോ ആ കഥയിൽ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് എന്താ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വന്നിട്ടും അവസാനം 2 കൈയും പുറത്തിട്ട് പോയതിന് സന്ദേശം ഉണ്ടെന്നാണ് അല്ലേ? ഒന്നും കൊണ്ടുപോയില്ല. ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പി ആയിരിക്കുക, കൂടുതൽ യാത്രകൾ ചെയ്യുക. അപ്പൊ ഗംഭീരം. ഹിമാലയത്തിലേക്കൊക്കെ ഒന്ന് പോകണം. ഹിമാലയത്തിൽ പോകുമ്പോ പെർമിഷൻ കിട്ടില്ലെന്ന് പറയുന്നത്. അതെ, പെർമിഷൻ കിട്ടാതെ ഞാൻ 60+ ആയി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ബദ്രിനാഥിലേക്ക് സ്വാമിമാർക്ക് 70 വയസ്സ് 80 വയസ്സും ഉണ്ട്. അപ്പൊ താങ്ക് യു, സന്തോഷം. അപ്പോൾ നമ്മള് മലപ്പുറം ടീമാണ്, നല്ല വൈബ് ടീമാണ്. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സന്തോഷം. അതെ, ഭയങ്കര ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞപ്പോ ഇലക്ഷൻ കഴിഞ്ഞു. കൽപ്പാത്തി നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞു. ഇലക്ഷൻ ബീഹാർ വഴിക്ക് പോയി. ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫുൾ ടൈം വേണം. ശരി. അപ്പൊ താങ്ക് യു. കോഴിക്കോട് ഒരു വാർത്ത വരുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു.